തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 7 പഞ്ചായത്തുകളാണ് തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. എടച്ചേരിയും പുറമേരിയും തൂണേരിയും ചെക്കിയാടും വളയവും വാണിമേലും നാദാപുരവും ഉൾപ്പെടെയുള്ള 7 പഞ്ചായത്തുകൾ. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഈ 7 പഞ്ചായത്തുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സാധ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഈ തൂണേരി ബ്ലോക്കിലെ സാധാരണ ജനവിഭാഗത്തിന് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾക്ക് വരും ദിവസങ്ങളിൽ നേതൃത്വം നൽകുന്നതിന് വേണ്ടി തയ്യാറാകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ നാടിനകത്ത് നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നല്ല പുരോഗതിയും കൈവരിക്കാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ ഈ നാദാപുര മേഖലയെ സംബന്ധിച്ചിടത്തോളം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർച്ചയായും നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വ്യാവസായിക ചെറുതും വലുതുമായിട്ടുള്ള വ്യാവസായിക യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. ഇങ്ങനെയെല്ലാം സാധ്യമാകണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനം തീർച്ചയായും ഈ നാദാപുരത്ത് നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വലിയ നിലയിൽ മാറ്റം വന്നു. കേരളത്തിലെ ഗവൺമെന്റ് തന്നെ അടിസ്ഥാന വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മേഖലയിൽ നമുക്ക് ഏറ്റവും ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത് ടൂറിസം മേഖലയാണ്. കാരണം ഏറ്റവും മനോഹരമായ പ്രകൃതി മനോഹരമായ പ്രദേശങ്ങളാണ് നമ്മുടെ ഈ നമ്മുടെ ഈ തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മലയോര ഭാഗങ്ങളുള്ളത്. അഭയഗിരി ടൂറിസം പദ്ധതി, അതുപോലെ തന്നെ വാണിമേൽ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരികെ ടൂറിസം പദ്ധതി, ഇങ്ങനെയെല്ലാം ദിവസേന 100 കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ടൂറിസം മേഖലകൾ നമ്മുടെ ഈ നാദാപുരം മേഖലയുണ്ട്. അവയെല്ലാം ഒന്ന് കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസം പ്രൊജക്റ്റ് തയ്യാറാക്കി അതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ നാദാപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന തരത്തിലേക്ക് ടൂറിസം മേഖല, ഈ നാദാപുരത്തിൻ്റെ ടൂറിസം മേഖലയെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി തീർച്ചയായും നമുക്ക് സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി, സാങ്കേതിക പ്രശ്നമായി നിലനിൽക്കുന്നത് ഈ മേഖലകളിൽ സർക്കാരിൻ്റെ കൈവശം ഭൂമിയില്ല എന്നുള്ളതാണ്. എന്നാൽ സ്വകാര്യ വ്യക്തികളെ കൂടി പങ്കാളികൾ ആക്കിക്കൊണ്ട് ടൂറിസം മേഖലയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നല്ല നിലയിൽ നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കും. ടൂറിസം വികസനം തീർച്ചയായും തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ടൂറിസം വികസന രംഗത്ത് ഇടപെട്ടുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും സ്വഭാവത്തിനനുസരിച്ച്, സാധ്യതക്കനുസരിച്ച് നമുക്ക് പുതിയ മേഖല കണ്ടെത്തി അവിടെ ഏറ്റവും നന്നായി വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കേണ്ടതുണ്ട്. അങ്ങനെയെല്ലാം ഇടപെട്ടുകൊണ്ട് ഈ നാദാപുരത്തിൻ്റെ തൂണേരി ബ്ലോക്കിൻ്റെ വികസന രംഗത്ത് ഞാൻ വലിയ പ്രതീക്ഷയാണ്, ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് എപ്പോഴും പറയുന്നത്, വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ നൽകിയിട്ടുള്ളത്. ആ പ്രതീക്ഷ ഒട്ടും മങ്ങലാൽക്കാതെ നിറവേറ്റുന്നതിന് വേണ്ടി തീർച്ചയായും സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് നിങ്ങളുടെ എല്ലാം സഹായവും പിന്തുണയും, പ്രത്യേകിച്ച് ഈ നാദാപുരത്തെ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ഉൾപ്പെടെ അഭ്യർത്ഥിച്ചുകൊണ്ട് മീഡിയ വിഷന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകന്മാർക്ക് ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.